ഭാരതീയർക്ക് ഇത് അഭിമാന മുഹൂർത്തമാണ്. ചരിത്രം കുറിച്ച ISRO സ്പാഡെക്സ് പരീക്ഷണം വിജയം. ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്തു. ബിനീഷ് കൊട്ടാരത്തിൽ ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ബിനീഷ്, ഇപ്പോൾ ഈ സ്പാഡെക്സിന്റെ ഈ വിജയം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് നേട്ടമായി മാറുന്നത്? എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ? ശ്രീകാർത്തിക, വലിയ അഭിമാന നിമിഷം തന്നെയാണ് ഇത്. സ്പേസ് ഡോക്കിംഗ് എന്ന പ്രോസസ്സ് ISROയ്ക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 30-ാം തീയതിയാണ് ഒരു വിക്ഷേപണ വാഹനത്തിൽ 2 ഉപഗ്രഹങ്ങൾ 2 സ്ഥലങ്ങളിലായി ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തിൽ വിക്ഷേപിക്കുകയും തുടർന്ന് അതിനെ ഘട്ടം ഘട്ടമായി 500 മീറ്ററിലേക്ക് അടുപ്പിക്കുകയും തുടർന്ന് ISRO ഇപ്പോൾ അത് ആ 2 പേടകങ്ങൾ 2 ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണ രംഗത്ത് വലിയ നേട്ടം തന്നെയാണ്. നമുക്കറിയാം, ബഹിരാകാശ നിലയത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഇന്ത്യക്ക് സ്വന്തം നിലയിൽ കഴിയണമെങ്കിൽ അതിന് അത്യാവശ്യമായ സാങ്കേതികവിദ്യയാണ് സ്പേസ് ഡോക്കിംഗ്, അതായത് സ്പാഡെക്സ് എന്ന് പറയുന്ന ഈ പരീക്ഷണം. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ പരീക്ഷണത്തിൽ ഒരു പടി കൂടി കടന്നാണ് ഈ വിജയത്തിലേക്ക് ISRO എത്തുന്നത്. ആദ്യം 500 മീറ്ററിലേക്ക് 2 ഉപഗ്രഹങ്ങളെ കൊണ്ടുവരികയും തുടർന്ന് അത് 230 മീറ്ററും 105 മീറ്റർ 15 മീറ്റർ ഒടുവിൽ 3 മീറ്റർ എന്ന തരത്തിൽ അടുത്തെത്തിക്കുകയും അത് ഒരു ട്രയലായി നടത്തിക്കൊണ്ട് തിരിച്ച് അതേപോലെ 3 മീറ്ററിൽ നിന്നും 15 മീറ്ററിലേക്കും 105 മീറ്ററിലേക്കും 230 മീറ്ററിലേക്കും ഒടുവിൽ 500 മീറ്ററിലേക്കും, അതായത് പൂർവ്വസ്ഥിതിയിലേക്കും കൊണ്ടുവരാനായിട്ട് ISROയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈ പരീക്ഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഡോക്കിങ്ങിനായിട്ടുള്ള ഈ ഘട്ടം ഘട്ടമായി ഒരിക്കൽ കൂടി ദൂരം പരിധി കുറച്ചു കൊണ്ടുവന്നിട്ട് അവസാനം ഈ 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. തീർച്ചയായും വളരെ അധികം ഇന്ത്യക്ക് അഭിമാനിക്കാവും. ISROയുടെ പരീക്ഷണം 100% വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2 തവണ ചില സാങ്കേതിക കാരണങ്ങളാൽ, അതായത് ചില സംശയങ്ങളും ചില പരീക്ഷണങ്ങളും ഒക്കെ നടത്തേണ്ട സാഹചര്യത്തിലായിരുന്നു ISRO അത് നീട്ടിവെച്ചത്. നമുക്കറിയാം, ഈ മാസം 6-ാം തീയതി ഡോക്കിംഗ് സാധ്യമാക്കുവാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. അതിനുശേഷം അത് 9-ാം തീയതിയിലേക്ക് മാറ്റി. പിന്നീടാണ് ഇപ്പോൾ വിജയകരമായി ഡോക്കിംഗ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ മാറ്റിവെച്ചതിന് ഇടയിൽ ISRO ഈ പരീക്ഷണം എത്രമാത്രം വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് അറിയുവാൻ വേണ്ടി ഒരു ട്രയൽ നടത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ ട്രയൽ വിജയിച്ചത് 2 പരീക്ഷണങ്ങൾ നടത്തുന്നതിന് തുല്യമായി മാറി. കാരണം ഡോക്കിങ്ങിനൊപ്പം തന്നെ തിരിച്ചും കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് ഇതിനിടയിൽ ISRO പരീക്ഷിച്ചത്. അത് തീർച്ചയായും വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. അതായത് സ്പേസ് സെൻട്രൽ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ബഹിരാകാശ നിലയങ്ങളിലേക്ക് ആൾക്കാരെയോ എത്തിക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ അവിടെ നിന്നും ഇത്രയും ഉപഗ്രഹങ്ങൾ അയച്ചോ അല്ലെങ്കിൽ പേടകങ്ങൾ അയച്ചോ അവിടെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യ 100% വിജയിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേട്ടമായിട്ടുള്ളത്. എന്നാലും സ്പാഡെക്സിൻ്റെ വിജയം ഇന്ത്യൻ ബഹിരാകാശ രംഗത്തുള്ള ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഇത്തരം ഈ നേട്ടം ഇന്ത്യയെ അതുപോലെ ഒപ്പം തന്നെ ISROയെയും കൂടുതൽ ശ്രദ്ധേയമാക്കുകയും കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും നമ്മുടെ തുടർന്നുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾക്കും ബഹിരാകാശ പഠനങ്ങൾക്കുമൊക്കെ ഈ വിജയം ആക്കം കൂട്ടുമെന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീകാർത്തിക, ബിനീഷ്, ഇതിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെ എന്ന് തന്നെ പറയാം. ആകെ മറ്റ് 3 രാജ്യങ്ങൾക്കാണ് ഇതുവരെയായി ഈ ഡോക്കിംഗ് സംവിധാനമുള്ളത്. ഇപ്പോൾ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇത് എടുത്തു പറയേണ്ട ഒരു വലിയൊരു ചരിത്ര നേട്ടം തന്നെയല്ലേ? തീർച്ചയായിട്ടും വലിയ നേട്ടം തന്നെയാണ്. കാരണം സ്പേസ് ഡോക്കിംഗ് എന്ന സംവിധാനം അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം ഇവിടുന്ന് ഒരു വിക്ഷേപണ വാഹനത്തിൽ, അതായത് നമ്മുടെ ഏറ്റവും വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLV C-60 ഉപയോഗിച്ചായിരുന്നു ഈ 2 ഉപഗ്രഹങ്ങളെ നമ്മൾ വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച് ഈ 2 ഉപഗ്രഹങ്ങൾ 5 കിലോമീറ്റർ ദൂരത്തിലായി 2 സ്ഥാപിക്കുകയായിരുന്നു ആദ്യം നമ്മൾ ചെയ്തത്. തുടർന്നാണ് ഇതിൻ്റെ അകലം കുറച്ച് കൊണ്ടുവന്ന് ഈ ദൗത്യത്തിൻ്റെ തൊട്ടടുത്തെത്തിക്കുകയും വീണ്ടും ഡോക്കിംഗ് നടത്തുന്നതിന് മുമ്പ് തന്നെ അവയെ വീണ്ടും അകത്തി കൊണ്ടുവന്ന് 2 കാര്യങ്ങളും, അതായത് ചേർക്കാനും വിഘടിപ്പിക്കാനും കഴിയും എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ഈ പരീക്ഷണം ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുതന്നെ വലിയ ഒരു വിജയമാണ്. നേരത്തെ ശ്രീകാർത്തിക സൂചിപ്പിച്ച പോലെ നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾക്ക് മാത്രം കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ റഷ്യ, അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായിരുന്ന ഒരു വലിയ നേട്ടമാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. ബഹിരാകാശ രംഗത്ത് എല്ലാ മേഖലകളിലും ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യം
രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ബഹിരാകാശ രംഗത്തെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് സാധിക്കും എന്ന് ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വിജയം തന്നെയാണ് ISRO ഇന്ന് നേടിയിട്ടുള്ളത്. വളരെയധികം അഭിമാനിക്കാവുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു, ബഹിരാകാശത്ത് ഇന്ത്യയുടെ ഗവേഷണങ്ങളും ബഹിരാകാശത്തുള്ള ഇന്ത്യയുടെ സ്വാധീനവും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ഇന്ത്യക്ക് കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു, ISRO വളർന്നിരിക്കുന്നു എന്നതും വലിയ നേട്ടം തന്നെയാണ്. ശ്രീകാർത്തിക സൂചിപ്പിച്ചതുപോലെ ഓരോ ഭാരതീയനും ഒപ്പം ISROയ്ക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഇതുകൊണ്ട് ഇനി നമുക്ക് ബഹിരാകാശത്ത് നമുക്ക് വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ പല കാര്യങ്ങളും സാധിക്കുവാനും ഒപ്പം തന്നെ നമ്മുടെ പല ഉപഗ്രഹങ്ങൾ അവിടെ എത്തി അറ്റകുറ്റപ്പണികൾ നടത്തുവാനും അവയുടെ പോരായ്മകൾ പരിഹരിക്കാനും അതിലേക്ക് മറ്റു ഉപഗ്രഹങ്ങളെ ചേർക്കാനും അതിന് പിന്തുണ നൽകി അതിന് സപ്പോർട്ട് നൽകി അവയുടെ കാലാവധി ദീർഘിപ്പിക്കുവാനും ഒപ്പം തന്നെ അവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയും. അതായത് ഒരിക്കൽ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചാൽ പോലും പിന്നീട് ആ ഉപഗ്രഹത്തിലേക്ക് മറ്റൊരു ഉപഗ്രഹത്തെ എത്തിക്കാൻ കഴിയുക, സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുക എന്നത് വളരെ നിർണായകമായൊരു ഘട്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശ നിലയമടക്കം ഇന്ത്യ സ്വന്തം നിലയിൽ ലക്ഷ്യമിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനൊക്കെ സ്വയം പര്യാപ്തമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും ഈ സ്പേസ് ഡോക്കിംഗ് എന്ന സംവിധാനത്തിൽ ഇന്ത്യ 100% വിജയിക്കേണ്ടതായിട്ടുണ്ട്. അത് ആദ്യ പരീക്ഷണത്തിൽ തന്നെ 100% വിജയത്തിലെത്തിക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു, ISROയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഒരു പരാജയം പോലും അറിയാതെ ഇന്ത്യക്ക് വളരെ സുഗമമായ രീതിയിൽ അവിടെ സ്പേസ് ഡോക്കിംഗ് നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. 2 ഉപഗ്രഹങ്ങളെ ചേർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേർക്കാൻ മാത്രമല്ല അതേപോലെ തന്നെ അവയെ തിരിച്ച് അകത്തി കൊണ്ടുവരുവാനും കഴിയുന്നു എന്നത് അതിലും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ആ പരീക്ഷണം കൂടി ഒരു ട്രയൽ എന്ന തലത്തിൽ ഇന്ത്യ ISRO പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശ്രീകാർത്തിക, അത് തന്നെയാണ് ബിനീഷ്. ഏതായാലും ഇനിയിപ്പോൾ ഗഗൻയാൻ ഒപ്പം ചന്ദ്രനിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള നിർണായകമായ പല നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ഈ സ്പാഡെക്സിൻ്റെ ഈ ഒരു പരീക്ഷണം വിജയമായതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു നിർണായക വഴിത്തിരിവ് ഇതുകൊണ്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ബഹിരാകാശ നിലയത്തെ അല്ലെങ്കിൽ ബഹിരാകാശത്തെ ഇന്ത്യ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിജയം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ബഹിരാകാശത്ത് എന്ത് ആവശ്യത്തിനും എവിടെയും എത്തിച്ചേർന്ന് അതിലേക്ക് ഒന്നിപ്പിക്കുവാനായി അതിനെ പിന്തുണയ്ക്കുവാനായി കഴിയുമെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച ചാന്ദ്രദൗത്യങ്ങളടക്കം. കാരണം നമുക്കറിയാം ബഹിരാകാശത്ത് നിലവിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മറ്റൊരു സംവിധാനത്തെ കൊണ്ട് ചേർക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. വളരെ കൃത്യത വേണ്ട ഒന്നാണ്. അതിന് വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അനിവാര്യമാണ്. ഇങ്ങനെ നമുക്ക് ബഹിരാകാശത്ത് എവിടെയും ഇന്ത്യയുടെ കൈ എത്തും അല്ലെങ്കിൽ എവിടെയും എന്തും സാധിക്കും എന്നുള്ള തരത്തിലേക്ക് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. അതിൽ നാം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം ഗഗൻയാൻ അടക്കമുള്ള ഏത് പദ്ധതി ആയെങ്കിലും ഇനി നമ്മൾ വിക്ഷേപിച്ച അല്ലെങ്കിൽ നമ്മൾ വിജയകരമാക്കിയ ഒരു പദ്ധതിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മറ്റൊരു പേടകമോ മറ്റൊരു ഉപഗ്രഹമോ വിക്ഷേപിച്ചുകൊണ്ട് അവിടെ എത്തി അതിനെ പരിഹരിക്കുവാനുമായും അതിനാവശ്യമായ സഹായങ്ങൾ നൽകുകയും അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നു എന്നത് ഇനി കഴിയും എന്നത് വലിയ ഒരു നേട്ടമാണ്. അതായത് ബഹിരാകാശം മുഴുവനും നമ്മുടെ നിയന്ത്രണത്തിലാണ്. അവിടെ ഏതു കാര്യവും നമ്മൾക്ക് സാധിക്കും എന്നത് തന്നെയാണ് ഈ പരീക്ഷണ വിജയം കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടം. നമുക്കറിയാം നമ്മൾ പല ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുകയും അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വരികയും പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടിയും വരും. അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപഗ്രഹങ്ങളിൽ എന്തെങ്കിലും നമ്മൾ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ കാര്യക്ഷമതയിൽ എവിടെയെങ്കിലും കുറവ് വന്നാൽ അവിടെ എത്തി അത് പരിഹരിക്കുവാനും ഈ സ്പാഡെക്സ് ദൗത്യം വിജയിച്ചതോടുകൂടി നമുക്ക് കഴിയും. കാരണം എവിടെയും നമുക്ക് ബഹിരാകാശത്ത് എത്താൻ കഴിയുന്നു, അവിടെ എത്തി ആ ബഹിരാകാശത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതിനാണ് ഏറ്റവും ശ്രദ്ധേയം. ശ്രീകാർത്തിക.